Hi all, this is Rekha Nair. Welcome to my channel, The English Forum. Today we'll be dealing with the poem In April Beneath the Scented Thorn, written by William Wordsworth. William Wordsworth was born in the year 1770 and he passed away in the year 1850. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു കാര്യം അത്രയ്ക്കധികം പറയേണ്ട കാര്യമൊന്നുമില്ല. കേൾക്കാത്തവർ എന്തായാലും ഉണ്ടാവില്ല അല്ലേ. ഹി ഈസ് എ റൊമാൻറ്റിക് പോയറ്റ്. റൊമാൻറ്റിക് ഏജിലെ ഒരു മേജർ പോയറ്റാണ്. സത്യത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്ക് റൊമാൻറ്റിസിസം, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റൊമാൻറ്റിസിസം റിവൈവ് ചെയ്തത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കോളറിഡ്ജും കാരണമാണ് അല്ലേ. നമുക്കറിയാം, ഇതിപ്പോൾ ആക്ച്വലി പോം ഒരു VAC പേപ്പറിൽ വരുന്നതാണ്, ജനറൽ ഇംഗ്ലീഷ് പേപ്പറിലേക്കുള്ളതാണ്. സ്റ്റിൽ ആർക്കെങ്കിലും നെറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്കറിയാം എലിസബത്തൻ ഏജും റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു ടെമ്പർ തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്നിട്ടുള്ള കാലഘട്ടത്തിൽ പക്ഷേ റൊമാൻറ്റിസിസം കംപ്ലീറ്റ് ആയിട്ടും ലിറ്ററേച്ചറിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിനുശേഷം റൊമാൻറ്റിസിസം റിവൈവ് ചെയ്തതാണ് വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടി ചെയ്തത്. അങ്ങനെ റൊമാൻറ്റിക് ഏജ് വാസ് inaugurated with the publication of lyrical ballads, which was a combined work of William Wordsworth and Coleridge, and this work was published in the year 1798. അങ്ങനെ ഇദ്ദേഹം അതുപോലെ ഇംഗ്ലണ്ടിൻ്റെ പോയറ്റ് ലോറേറ്റ് ആയിരുന്നു. 1843 പോയറ്റ് ലോറേറ്റ് ആയത്. പോയറ്റ് ലോറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല ഇപ്പം ഇങ്ങനെ ആസ്ഥാന കവി എന്നൊക്കെ, അങ്ങനെ. പിന്നെ 1850 അദ്ദേഹം മരിക്കണ വരെയും അദ്ദേഹം തന്നെയായിരുന്നു പോയറ്റ് ലോറേറ്റ്. ഇതും നെറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. In April here, beneath the scented thorn, he heard the birds their morning carols sing, and he perhaps, for aught we knew, was born not half a furlong from that self-same spring. എന്താ പറയുന്നത്? ഇതൊരു മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് വരുന്ന സ്റ്റാൻസിൽ നിന്ന് മനസ്സിലാവും. മുമ്പൊരു ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. പണ്ടൊരു ഏപ്രിലിൽ സെൻറ്റഡ് തോൺ, അതായത് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ഒരു ബുഷിൻ്റെ ബെനത്ത് മീൻസ് താഴെ ആയിട്ട് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം മോർണിംഗ് കരോൾസ് കേട്ടു. ആരുടെ? ബേർഡ്സിൻ്റെ. നമ്മൾ ഈ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഒരു 6:30 സമയത്തൊക്കെ എണീക്കുമ്പോൾ നല്ല ഇങ്ങനെ പക്ഷികളുടെ നല്ല ഇങ്ങനെ പാട്ടുകൾ, അതിൻ്റെ ആ ഒരു ശബ്ദങ്ങളൊക്കെ കേൾക്കാം അല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ശബ്ദത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോർണിംഗ് കാരൽസ് എന്നാണ് പോയറ്റ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പണ്ടൊരു കാലത്ത് അദ്ദേഹം ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പക്ഷികളുടെ മോർണിംഗ് കാരൽസ്, അതായത് പക്ഷികൾ രാവിലെ പാടുന്ന ആ ശബ്ദം, ആ പാട്ട് കേൾക്കുമായിരുന്നു, ആസ്വദിക്കുമായിരുന്നു. And he perhaps, for aught we knew, was born not half a furlong from that self same spring. അല്ലേ? ഒരു പക്ഷേ അദ്ദേഹം ഇവിടെ കാണുന്ന ആ ഒരു സ്പ്രിങ് ഉണ്ടല്ലോ, ആ അതേ സ്പ്രിങ്ങിൽ നിന്നും ഒരു ഹാഫ് എ ഫെർലോങ് ഒരു ഡിസ്റ്റൻസ് അല്ലേ, അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല, ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ജനിച്ച ഒരാൾ ആയിരിക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി വരുന്നത് സെക്കൻഡ് സ്റ്റാൻസ. But now here is neither grass nor pleasant shade, the sun on drearier hollow never shone. So will it be, as I have often said, till trees and stones and fountain all are gone. അല്ലേ? അപ്പം എന്താ പറയുന്നത്? ഇത് പണ്ട് ഉണ്ടായ സംഭവമാണ് അല്ലേ. സെൻറ്റഡ് തോണിൻ്റെ താഴെ നിന്നുകൊണ്ട് ആള് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരാൾ പറയാണ്, എന്ത്? ഇപ്പോൾ ഇവിടുന്ന് എല്ലാം പോയി. എന്ത് പോയി? ഇപ്പോൾ ഗ്രാസ് ഇല്ല, നല്ല ഷെയ്ഡില്ല, തണലില്ല അല്ലേ. The sun on drearier hollow never shone. Drearier means dull ആയിട്ടുള്ള ഏരിയ. ഹോളോ എന്ന് വെച്ചാൽ പൊത്ത് അല്ലെങ്കിൽ മാളം അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ച് ലോ ലൈങ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ ഇതൊരു ലോ ലൈങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അത്. പക്ഷെ ഇപ്പോൾ വളരെ ഡള്ളാണ്. അവിടെ സൂര്യൻ പോലും ഷൈൻ ചെയ്തില്ല. ഈവൻ ദ സൺ നെവർ
shines in this area these days. And the speaker says that it will be so even in the future also. പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, പറയുന്ന ആൾ കൂട്ടിച്ചേർക്കുകയാണ്, till trees and stones and fountain all are gone, അല്ലേ? He is saying that everything will disappear from this area. Trees, stones and fountain, everything will disappear. ഒന്നും ഇവിടെ അവശേഷിക്കില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ പോയിറ്റ് സംസാരിക്കണം. Probably the poet or some traveler. Grey-headed shepherd, thou hast spoken well. Small difference lies between thy creed and mine. This beast, not unobserved, by nature fell. His death was mourned by sympathy divine. അപ്പോൾ എന്താ പറയുന്നത്? അവിടെ പോയിറ്റ് പറഞ്ഞു തുടങ്ങുകയാണ്. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇത്രയും നേരം സംസാരിച്ച് ആ ഷെപ്പേർഡിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, അല്ലേ? എന്താ പോയിറ്റ് പറയുന്നത്? യു ഹാവ്, ദോ മീൻസ് യു ഹാവ് സ്പോക്കൻ വെൽ, അല്ലേ? നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചു. ബട്ട് എന്താണ് പറയുന്നത്? സ്മോൾ ഡിഫറൻസ് ലൈസ് ബിറ്റ്വീൻ ദൈ ക്രീഡ് ആൻഡ് മൈൻഡ്, അല്ലേ? എന്താ പറയുന്നത്? ബട്ട് ദ പോയറ്റ് ഇസ് സേയിങ് ദാറ്റ് ഹിസ് ഓൺ സെറ്റ് ഓഫ് ബിലീവ്സ് is somewhat different from the beliefs of the shepherd, അല്ലേ? അതായത് ക്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ബിലീവ്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയാണ്, പോയിറ്റ് പറയാണ്, നിങ്ങൾ നന്നായിട്ട് സംസാരിച്ചു, നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ എൻ്റെ ഒരു ക്രീഡ് എന്ന് വെച്ചാൽ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദിസ് ബീസ് നോട്ട് അൺഒബ്സർവ്ഡ് ബൈ നേച്ചർ ഫെൽ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഏരിയ ആകെ ഒരു ഡിസ്ട്രോയിഡ് ആണ്, അല്ലെ? അവിടെ ആ പഴയ ഭംഗി, അതിൻ്റെ മേന്മയൊക്കെ നശിച്ചു, അല്ലേ? അപ്പോൾ പറയാണ്, നേച്ചർ അറിയാതെ കണ്ടല്ല ഇതൊന്നും സംഭവിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നേച്ചർ അറിയുന്നുണ്ട്. ഹിസ് ഡെത്ത് വാസ് മോൺഡ് ബൈ സിമ്പത്തി ഡിവൈൻ. എന്താ പറയുക, പ്രകൃതിയുടെ നാശത്തിൽ നേച്ചർ മൊത്തം വിഷമിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഏരിയയുടെ നാശത്തിൽ ആ നേച്ചർ മൊത്തം നശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. The being that is in the clouds and air, that is in the green leaves among the groves, maintains a deep and reverential care for the unoffending creatures whom he loves. അല്ലേ? അപ്പം എന്താ പറയുന്നത്? The being that is in the clouds and air. ഈ വില്യം വേർഡ്സ്വർത്തിന് ഒരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസത്തിന് പറയുന്നൊരു പേരാണ് പാൻതെയിസം. Pantheism, this belief asserts that universe itself is divine. യൂണിവേഴ്സിൻ്റെ ഓരോന്നിലും നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിനെ തന്നെയാണ് എന്നാണ് ഈ പാൻതെയിസത്തിൻ്റെ വിശ്വാസം, പാൻതെയിസത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്, അതായത് വില്യം വേർഡ്സ്വർത്ത് വിശ്വസിച്ചിരുന്നത്, ബിലീവ് ചെയ്തിരുന്നത് പാൻതെയിസത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ ലൈൻ ശരിക്കും പാൻതെയിസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ കാണിക്കുന്ന ഒരു ലൈനാണ്. The being that is in the clouds and air, that is in the green leaves among the groves, maintains a deep and reverential care for the unoffending creatures whom he loves. അല്ലേ? അപ്പോൾ നമുക്ക് ഈ മേഘത്തിലും വായുവിലും ഒക്കെ കാണാൻ പറ്റുന്ന, ഗ്രീൻ ലീവ്സിലും ഒക്കെ കാണാൻ പറ്റുന്ന ആ ദ ബീയിങ്, ആ ഒരു ഡിവൈനിറ്റി, അല്ലേ? ആ ദൈവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ദൈവം, that being maintains a deep and reverential care for the unoffending creatures. അല്ലേ? അതായത് ഈ ക്ലൗഡിലും എയറിലൊക്കെ കാണാൻ പറ്റുന്ന ഈ ദൈവത്തിന് അൺഒഫൻഡിങ് ക്രിയേച്ചേഴ്സിനോട്, അതായത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്രിയേച്ചേഴ്സിനോട് ഈ ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഗോഡ് ഹാസ് എ സ്പെഷ്യൽ ലവ് ആൻഡ് സ്പെഷ്യൽ കെയർ ഫോർ ദീസ് ഇന്നസെൻ്റ് ക്രിയേച്ചേഴ്സ് എന്നാണ് പറയുന്നത്. The pleasure house is dust, behind, before. This is no common waste, no common gloom, but nature in due course of time once more shall here put on her beauty and her bloom. ഇപ്പം എന്താ പറയുന്നത്? ഇതൊരു പ്ലഷർ ഹൗസ് ആയിരുന്നു, അല്ലേ? നല്ല ഭംഗിയുള്ള, നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ബോറടിയൊക്കെ മാറാനായിട്ട് പോകുന്ന നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പം അത് ഇറ്റ് ഈസ് ഡൺ ആൻഡ് ഡസ്റ്റ് എന്ന് പറയുന്ന പോലെ, അല്ലേ? അത് പോയി, നശിച്ചു. പക്ഷേ as time passes, the nature will heal itself. The nature will regain its beauty.
the nature will restore itself എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കാലം ചെല്ലും തോറും നേച്ചർ അത് സ്വയം ഹീൽ ചെയ്ത് പണ്ടത്തെ പോലെ തന്നെ ആ ഭംഗി അല്ലെങ്കിൽ ആ പണ്ടത്തെ ആ ഭംഗി തിരിച്ചു പിടിക്കും എന്നാണ് പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇവിടെ പോയിറ്റ് പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു സെൻസ് ഓഫ് ലോസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നശിച്ചു പോയി എന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ അത് ദ പോയിം എൻഡ്സ് വിത്ത് എ ഹോപ്പ്. കാരണം അത് ഹീലായിട്ട് വരും. ഈ നശിച്ച സ്ഥലം ഹീൽ ചെയ്ത് നല്ല പഴയ ഭംഗിയോടുകൂടി തന്നെ വരും എന്നാണ് പോയറ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയം എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു.